എല്ലാവർക്കും ഫുഡ് ബോക്സ് ഫുഡ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എളുപ്പത്തിൽ ഒരു ബീഫിന്റെ ഒരു ഫ്രൈ റെസിപ്പി ഉണ്ടാക്കാം. ഞാൻ അതിന് ഒരു 2 സവോളയും ഒരു 10-20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കുത്തും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ബീഫും കൂടി ഇട്ടിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള മസാലയും ഇട്ട് കൊടുത്ത് അതൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3-4 ടേബിൾ സ്പൂണേ. എന്നിട്ട് മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മതി. മുളക് പൊടി ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. ഞാൻ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ്. ഒരല്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി കൂടി പോകരുത്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കായം ഒരു 1/2 ടീസ്പൂൺ കായവും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. then നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഞെരുടണേ. കൈ കൊണ്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഒരു ശകലം പോലും വെള്ളം ചേർക്കരുത്. കാരണം ബീഫിനകത്തൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ ഒരു ശകലം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 4-5 വിസിലും കൂടെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 6 വിസിൽ അടിച്ചു. എന്നിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഒരു ഫ്ലെയിം ആദ്യത്തെ ഫ്ലെയിം ഹൈയിലും മറ്റേ 5 ഫ്ലെയിം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇനി അതിൻ്റെ ആവി മാറണം. ആവി മാറിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം, നമുക്ക് ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അതൊന്ന് വറ്റിച്ച് എടുക്കണം. അപ്പോൾ അത് വറ്റിക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുക. ഇപ്പം നമ്മൾ ഇതിന് വറക്കാനായിട്ടുള്ള ബീഫ് വറക്കാനാണെങ്കിൽ കുറച്ചേ എടുത്ത് വറക്കുന്നുള്ളൂ. ഇപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ബീഫ് വറക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി വറുത്ത് നല്ല ഒരു കളറായി വരും. അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി കാണും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.